നമ്മുടെ ലോകമെമ്പാടും UFO സൈറ്റിങ്സ് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരാൾ ഒരു പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ പേരാണ് പ്രൊജക്ട് ബ്ലൂ ബീം. നമ്മുടെ ഈ ചെറിയ ലോകം ഒരുപാട് കൺട്രീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ കൺട്രീസിലും അവരുടേതായിട്ടുള്ള റൂളിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഡെമോക്രസി ആയിക്കോട്ടെ, മൊണാർക്കി ആയിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടാവും. ഒരു രാജ്യത്തെ ഭരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ രാജ്യത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് മൊണാർക്കിയിൽ ഒരു രീതിയിലാണെങ്കിൽ ഡെമോക്രസിയിൽ വേറൊരു രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ച് അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഈ ചേഞ്ചുകൾ ഓരോ കൺട്രീസിലും ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്കൊരു ഒറ്റ നിയമം നമ്മുടെ ലോകം മുഴുവനും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ നമ്മുടെ കൈവശമില്ല. കാരണം നമ്മുടെ ലോകം ഇതേപോലുള്ള പല കൺട്രീസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ സൈഡ് മാത്രമാണ്. പക്ഷെ വേറൊരു സൈഡ് ഉണ്ട്, അതായത് റിലീജിയൻ. നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള ജാതി മതവും വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പല ജാതികളിലും പല മതങ്ങളിലും പല നിയമങ്ങളാണ് ഉള്ളത്. അതായത് കറന്റ്ലി നമ്മുടെ ലോകത്തിന്റെ മൊത്തത്തിൽ ഒരു റൂളിന്റെ അടിയിൽ കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ നമ്മുടെ കൈവശം ഉള്ളത്. എന്നാൽ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ, അതായത് നമ്മുടെ ലോകത്തിൽ ഒരൊറ്റ നിയമം, ഒരൊറ്റ ഗവൺമെന്റ് ഉണ്ടാവുള്ളൂ, അതായിരിക്കും നമ്മുടെ ലോകത്തിനെ മുഴുവൻ ഇങ്ങനെ ഭരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാനുള്ള ആ ഒരു പദ്ധതിയാണ് ശരിക്കും പ്രൊജക്ട് ബ്ലൂ ബീം എന്ന് പറയുന്നത്. യൂട്യൂബ് നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ബ്ലൂ ബീമിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ എല്ലാം തന്നെ ഒരു 40-50 മിനിറ്റ് ഒക്കെ ലെങ്ത് ഉള്ള വീഡിയോസ് ആണ്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പരമാവധി സിമ്പിൾ ആയിട്ട് ആ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ പറയുന്ന വൺ വേൾഡ് ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിന്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഈ പറയുന്ന വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള റിലീജിയസ് ബിലീഫ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെല്ലാം ഒരുമിപ്പിച്ച് ഒരൊറ്റ റിലീജിയൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സംഭവം. പക്ഷെ ടെക്നോളജിക്കലി ഈ ഒരു സംഭവം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് പ്രൊജക്ട് ബ്ലൂ ബീമിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പല റിലീജിയൻസുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഒരുപാട് ഏൻഷ്യന്റ് സ്ട്രക്ചേഴ്സും മാനുസ്ക്രിപ്റ്റ്സും ഒരുപാട് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലോകത്ത് ഇപ്പൊ ഉണ്ട്. അത് നമ്മുടെ ലോകത്തുള്ള റിലീജിയൻസിനെയൊക്കെ ബാക്ക് ചെയ്യുന്ന തരത്തിലുള്ള എവിഡൻസസ് ആണ് ഈ പറയുന്ന ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സിലുള്ളത്. അതിന്റെയും കൂടി ബേസിസിലാണ് നമ്മുടെ ലോകത്തുള്ള ഒട്ടുമിക്ക റിലീജിയൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ റിലീജിയനെ പറ്റി ആൾക്കാർ റീതിങ്ക് ചെയ്ത് തുടങ്ങും. നമ്മുടെ കൈവശമുള്ള ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ ലോകത്തുള്ള പല പ്രീഡിറ്റർമൈൻഡ് സ്ഥലത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭൂമികൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത്തരം ഒരു ഇവന്റ് സംഭവിക്കുന്നതിലൂടെ ഒരുപാട് ആർക്കിയോളജിക്കൽ എവിഡൻസ് നശിക്കപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ഫൈൻഡിങ്സ് ആർട്ടിഫിഷ്യലി നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യും. ഈ പറയുന്ന ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത എവിഡൻസ് എടുത്ത് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ഇത്ര നാളെ നമ്മൾ വിശ്വസിച്ചിരുന്ന ആ ഒരു റിലീജിയൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ശരിക്കും മിസ്ലീഡിംഗ് ആണ്, അത് ശരിക്കും തെറ്റാണെന്നൊക്കെ തെളിയിക്കുന്ന തരത്തിലുള്ള എവിഡൻസ് ആണ് ശരിക്കും നമ്മൾ ആർട്ടിഫിഷ്യലി കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ തന്നെ എവിഡൻസ് ഉണ്ടാക്കി അത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചെടുക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ എവിഡൻസിലൂടെ നമ്മൾ ഇത്ര നാളും വിശ്വസിച്ചിരുന്ന ആ ഒരു റിലീജിയൻ എന്ന് പറഞ്ഞ ആ ഒരു കൾച്ചർ ശരിക്കും തെറ്റാണെന്നോ അത് മിസ്ലീഡിംഗ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഉണ്ടാക്കിയെടുത്ത എവിഡൻസ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരിൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവുകയും റിലീജിയൻ എന്നുള്ള സംഭവം ശരിക്കും കൊളാപ്സ് ചെയ്യാനും തുടങ്ങും. അതായത് സയൻസിന്റെ ടെക്നോളജിയുടെ സഹായത്തോടെ നമ്മുടെ ലോകത്തുള്ള റിലീജിയൻസിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ശരിക്കും ഇവിടുത്തെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യലി ഭൂമിയിലൊക്കെ ഉണ്ടാക്കാൻ പല മെത്തേഡ്സ് ഉണ്ട്. അതായത് മൈനിങ് ആയിക്കോട്ടെ, ഫ്രാക്കിംഗ് ആയിക്കോട്ടെ, ഈ പറയുന്ന സൗണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലുള്ള സംഭവങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി വിശ്വാസികളുടെ വിശ്വാസം നശിപ്പിക്കാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഹോളോഗ്രഫി എന്ന് പറയുന്നത്. അതായത് പ്രിസൈസ് ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചിട്ടും ലേസർ ഉപയോഗിച്ചിട്ടും ഈ പറയുന്ന പോലെ ഹോളോഗ്രഫിക് പ്രൊജക്ഷൻസ്, അതായത് പല റിലീജിയസ് ക്യാരക്ടേഴ്സിന്റെ 3D ഇമേജ് പ്രൊജക്ഷനോ വീഡിയോ പ്രൊജക്ഷനോ ഇങ്ങനെ ആകാശത്ത് കാണിക്കും. അതിനോടൊപ്പം തന്നെ 3D സൗണ്ട് നമ്മളിവിടെ കൊടുക്കും. ഇതൊക്കെ ഒരു റിലീജിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി വിറ്റ്നസ് ചെയ്യുകയാണെങ്കിൽ ദൈവം ആകാശത്ത് നിന്ന് ഇങ്ങനെ അവരോട് എന്തോ കൺവേ ചെയ്യുന്ന പോലെ ആയിരിക്കും അവർക്ക് തോന്നുക. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അഡ്വാൻറ്റേജ് എടുക്കുകയും ഈ ഒരു 3D പ്രൊജക്ഷനും ഈ ഒരു 3D സൗണ്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത്ര കാലം എല്ലാവരും വിശ്വസിച്ചിരുന്ന ദൈവം എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റി അത് ശരിക്കും തെറ്റാണെന്ന് ഈ ഒരു പ്രൊജക്ഷനിലൂടെയും ഈ ഒരു സൗണ്ട് ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ വിശ്വാസികളോട് ഇങ്ങനെ കൺവേ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ശരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. Surfaced out of China, and it looks like their city is floating in the clouds. Of course, we can't verify if the video is real or not, but we have seen things like this before. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റീനെ തന്നെ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുകയും കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യും. അത് നമ്മുടെ ലോകത്തുള്ള പല റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ ഇതേപോലെ കാണുകയാണെങ്കിൽ
പലതരത്തിലുള്ള കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവുകയും റിലീജിയൻ എന്ന് പറയുന്ന ആ ഒരു കൾച്ചർ ശരിക്കും ബ്രേക്ക് ചെയ്ത്, അതായത് ഇങ്ങനെ ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ വരെ എത്തും. അതാണ് ശരിക്കും പ്രോജക്ട് ബ്ലൂ ബീമിന്റെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷേ നമ്മുടെ ലോകത്ത് വിശ്വാസികൾ മാത്രമല്ല ഉള്ളത്, ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ ഇതൊക്കെ കാണുകയില്ലെങ്കിൽ എന്തായാലും അവരിങ്ങനെ പേടിക്കുകയുള്ളൂ, അതല്ലാണ്ട് ഇതിനെപ്പറ്റി അവർ വേറെ ഒന്നും വിചാരിക്കില്ല. പക്ഷെ അവരെയും കൂടി വിശ്വസിപ്പിക്കാനുള്ള സ്റ്റെപ്പാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് മൈൻഡ് കൺട്രോൾ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിന്റെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ഈ പറയുന്ന ജാതി ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല, എല്ലാവരും തന്നെ ഒരൊറ്റ തിങ്കിങ്ങിലേക്ക് ഇങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുവരും. പക്ഷെ നമുക്ക് ആർക്കും തന്നെ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യപ്പെട്ടു, വേറെ ആള് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാവുകയില്ല. എന്നാൽ അത്തരത്തിലുള്ള ടെക്നോളജി നമ്മുടെ കൈവശം ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിലൂടെ ഇപ്പൊ അത് കടന്നു പോകുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിലൂടെയും അതിപ്പോ എന്തായാലും കടന്നു പോകുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടുള്ള മൈക്രോവേവ് ഉപയോഗിച്ച് നമ്മുടെ ബ്രെയിനിന്റെ തിങ്കിങ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യിക്കാനുള്ള ടെക്നോളജിയാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അതായത് ഇപ്പൊ ബ്ലൂടൂത്ത് ആയിക്കോട്ടെ, വൈഫൈ ആയിക്കോട്ടെ, ഫോണിന്റെ സിഗ്നൽസ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അത് ശരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് മൈക്രോവേവിനെ ഒഴിവാക്കിയിട്ട് നമുക്കിപ്പോൾ ജീവിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ വൈഫൈ ഉണ്ട്, ഇവിടെ ബ്ലൂടൂത്ത് ഉണ്ട്, ഇപ്പോൾ ഫോണിന്റെ സിഗ്നൽസ് ആയിക്കോട്ടെ, എന്ത് തന്നെയായാലും അത് മൈക്രോവേവ്സ് ആണ്. അപ്പൊ നമ്മുടെ ചുറ്റിനുമുള്ള മൈക്രോവേവ്സിനെ എങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി ഇത്തരത്തിലുള്ള മൈക്രോവേവ്സിനെ ജനറേറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിന്റെ മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിളോടെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മുടെ തലയ്ക്കകത്തോട് ഒരുപാട് തിങ്കിങ്, ഒരാൾ നമ്മുടെ തലയ്ക്കകത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിലാണ് ശരിക്കും നമ്മുടെ എല്ലാവരുടെയും തിങ്കിങ് പ്രോസസ്സ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിനുള്ളിൽ കിടക്കുന്ന ആ ഒരു തോട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് എക്സ്ട്രീംലി ലോ ഫ്രീക്വൻസി മൈക്രോവേവ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫിസിയോളജിക്കൽ എഫക്ട്സ് ഒക്കെ ഉണ്ടാവുന്ന ഒരുപാട് സ്റ്റഡീസ് പറയുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാം. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആ ഒരു തിങ്കിങ് പ്രോസസ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു തിങ്കിങ് സംഭവം കൂടി നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ ഈ രണ്ട് തിങ്കിങ് പ്രോസസ്സും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു പുതിയ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ തോട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് അത് ഡിസൈഡ് ചെയ്യുന്നത് അവരായിട്ട് മാറും. അതായത് അവരായിരിക്കും നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ശരിക്കും മൈൻഡ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നാം, പക്ഷെ അത് ശരിക്കും മാനിപ്പുലേറ്റഡ് ആയിരിക്കും. അതായത് വേറെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ 3 സ്റ്റെപ്പുകൾക്ക് ശേഷം നമ്മുടെ മനസ്സ് വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും. അപ്പോഴാണ് നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ ഈ ടോപ്പിക് ചെയ്യാനുള്ള മെയിൻ റീസൺ പ്രോജക്ട് ബ്ലൂ ബീമിന്റെ 4ാമത്തെ സ്റ്റെപ്പാണ്. അതായത് നമ്മുടെ ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഏലിയൻ ഇൻവേഷനോ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റാത്ത ആ ഒരു ഡ്രോൺ ഇൻവേഷൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത, ഗവൺമെന്റിന് പോലും പറയാൻ പറ്റാത്ത എന്തോ ഒരു സംഭവം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവരുടെ ടെക്നോളജി എന്താണെന്നോ ഇവരുടെ കപ്പാസിറ്റി എന്താണോ ഇവരുടെ അടുത്ത നീക്കം എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പൊ അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഒരു തരത്തിലുള്ള ഫിയർ, ഒരു ഭയം ഉണ്ടാവുന്നുണ്ട്. Unidentified object shot down by U.S. fighter jets over the weekend. 3 objects over 3 days. Dramatic new details about the unidentified object shot down by fighter jets. This morning, questions after more unidentified objects are discovered over U.S. and Canadian airspace. Can't work out exactly how they fly, and they won't rule out the fact that they might even be extraterrestrial. നമുക്കറിയാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ പറന്നെടുക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഒഫീഷ്യൽസിന് പോലും ഒരു മറുപടി ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഭയം എന്തായാലും വരും. അപ്പൊ ഇത്തരത്തിലുള്ള സൈറ്റിങ്സ് വളരെ ഫ്രീക്വന്റ് ആയിട്ടും വളരെ സിവിയർ ആയിട്ട് കണ്ടുവരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാ രാജ്യത്തിന്റെ ഡിഫൻസ് ആക്ടിവേറ്റ് ആവുകയും അതിനെതിരെ പ്രവർത്തിക്കാനും തുടങ്ങും. ഇവരുടെ കൈവശമുള്ള ടെക്നോളജി എന്തോ ഒരു അഡ്വാൻസ്ഡ് ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കൈവശമുള്ള മാക്സിമം ടെക്നോളജി ആയിരിക്കും നമ്മൾ അവർക്കെതിരെ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുക.
ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വശത്തുനിന്ന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ രാജ്യത്തിന് പലതരത്തിലുള്ള ഡാമേജസ് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഇവന്റ് സംഭവിക്കുമ്പോൾ അവിടെയുള്ള മനുഷ്യജീവനുകളുടെ ലൈഫുകൾ എന്തായാലും അപകടത്തിലാവും. ഒരു രാജ്യം ഇവരെ അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ മറ്റു രാജ്യങ്ങളും ഇവരെ ഫോളോ ചെയ്യാൻ നോക്കുകയും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒരു ഗ്ലോബൽ ഇവന്റ് ആയിട്ട് ഇത് മാറുകയും ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണ മനുഷ്യർ എന്തായാലും ഒരു പീസ് അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും ഉണ്ടാവുക. ഇത്തരം സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മതം ഉണ്ടാവില്ല, ജാതി ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാവരും ഒരുമിച്ചായിരിക്കും നിൽക്കുക. എങ്ങനെയെങ്കിലും ഈ ഒരു ഇവന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരുടെ മനസ്സിലുണ്ടാവുക. എല്ലാവരും അതിനു വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. അങ്ങനെ സയൻസിന്റെ ടെക്നോളജിയുടെ സഹായത്തോടെ തന്നെ വൺ വേൾഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഇവന്റ് സംഭവിക്കുമ്പോൾ ഏതൊക്കെ രാജ്യത്തിന്റെ കൈവശമാണ് ഈ പറയുന്ന ന്യൂക്ലിയർ പവർ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇതെല്ലാം ഈ പറയുന്ന പോലെ ക്രിയേറ്റഡ് ആയപ്പെട്ട ഒരു ഇവന്റ് ആയതുകൊണ്ട് തന്നെ അവസാനം ഇവരെല്ലാവരും ഡിസ്ക്ലോസ് ചെയ്യും. അതായത് ഏലിയൻസ് ഒന്നുമില്ല, ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറയും. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ വളരെയധികം ശോകമായിരിക്കും. അതായത് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ ലോകത്തിന് ഉണ്ടാവുക. അപ്പൊ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് റീബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ പഴയ പോലെ ആവാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. അങ്ങനെ പയ്യെ പയ്യെ ഈ പറയുന്ന വൺ വേൾഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പയ്യെ അറിയാണ്ട് തന്നെ നമ്മൾ ആ സിറ്റുവേഷനിലേക്ക് വന്നു ചേരും. അതായത് നമ്മുടെ ലോകം മുഴുവനും ഭരിക്കുന്നത് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറും. ഇതിനെയാണ് ശരിക്കും പ്രൊജക്ട് ബ്ലൂ ബീം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന UFO കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് പേർപ്പസിന് വേണ്ടിയുള്ള സംഭവമായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതെന്താന്നുള്ള കാര്യം ഗവൺമെന്റ് ഓപ്പൺ അപ്പ് ആവാത്തത്? അത് മാത്രമല്ല, ഞാൻ നേരത്തെ കാണിച്ച ന്യൂസ് ബ്രോഡ്കാസ്റ്റിനകത്ത് UFOനെ ഷൂട്ട് ചെയ്ത് താഴ്ത്തിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും ആരും അതിന്റെ ഒരു ബ്രക്കേജോ അത് ശരിക്കും ആരും അതിന്റെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് നമ്മുടെ ലോകത്തിൽ കണ്ടുവരുന്ന ഭൂമികുലുക്കത്തിന്റെ എണ്ണവും മാഗ്നിറ്റ്യൂഡും വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനയിലും നമ്മുടെ ലോകത്ത് പല സ്ഥലത്തും ഇതേപോലുള്ള ഇല്യൂഷൻസ് കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ പോലെ ഒരു ഹോളോഗ്രാഫിക് ഇമേജ് പോലത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കണ്ടതായിട്ട് ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇത് പ്രൊജക്ട് ബ്ലൂ ബീമിന്റെ ഒരു ടെസ്റ്റിംഗ് ആണോ അല്ലെങ്കിൽ അതിലൂടെ നമ്മളിപ്പോ കടന്നു പോകുന്നതാണോ എന്നുള്ള രീതി നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് സെക്കൻഡ് സ്റ്റെപ്പിലൂടെ അവർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പല മതങ്ങളല്ല, എല്ലാം ശരിക്കും ഒന്ന് തന്നെയാണെന്നാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിലൂടെ അവർ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ ഒരൊറ്റ കൊടക്കീഴിൽ റിലീജിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് നമുക്ക് ഒരുമിപ്പിക്കാൻ സാധിക്കും. ആ ഒരു സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മതപരമായിട്ടുള്ള തമ്മിത്തല്ല അങ്ങനെ ഒരു സിറ്റുവേഷനും നമ്മുടെ ലോകത്തുണ്ടാവില്ല. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ ലോകത്തുണ്ടാവുന്നത്. ഇവിടുത്തെ വേറൊരു മിസ്റ്റീരിയസ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സാറ്റലൈറ്റ്സ് ആകാശത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്, ഒരു റോക്കറ്റ് ഒക്കെ അയക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ ആണ് ഇത് ഇന്ന സിറ്റുവേഷന് വേണ്ടി, അതായത് GPS ആയിക്കോട്ടെ അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് ആസ് പബ്ലിക്കിന് നമുക്ക് കിട്ടിയേക്കുന്നത്. പക്ഷേ ഇതിന്റെ റിയൽ പർപ്പസ് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ മൂൺ ലാൻഡിങ് നടത്തിയിട്ടുണ്ട്, അവിടെ വെച്ച് അവർ ശരിക്കും എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത് അതിനെ പറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ശരിക്കും നമുക്കറിയില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും UFO എന്ന് പറഞ്ഞ സംഭവം റിയൽ ആണെന്ന് തുറന്നു പറഞ്ഞിട്ട് പോലും നാസയോ അതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെയായിട്ട് അവർ ഇങ്ങനത്തെ ഒരു സംഭവം എൻകൗണ്ടർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈവൻ ഇലോൺ മസ്ക് വരെ ഇതേപോലുള്ള സംഭവം ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മേ ബി ഇതൊരു കോൺസ്പിറസി തിയറി മാത്രമായിരിക്കാം. പക്ഷെ എടുത്ത വേറൊരു കുഴപ്പമുണ്ട്. ഈ ഒരു തിയറി ആദ്യം കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. പക്ഷെ ഇദ്ദേഹം മരിച്ചത് വളരെയധികം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വഴിയിലൂടെയാണ്. അതായത് പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടിരുന്ന ഇദ്ദേഹത്തിന് പെട്ടെന്നാണ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തതിന് ശേഷം ആരൊക്കെയോ മൂപ്പർ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് മൂപ്പർക്ക് എവിടെ പോയാലും കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഒരു കമ്മ്യൂണിറ്റി താഴെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.